ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഞാൻ അഞ്ജലി മനീഷ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമുക്കൊരു ഫ്രണ്ട് പ്ലീറ്റൊക്കെ വരുന്ന ഒരു പിൻട്രസ്റ്റി വൈബുള്ള കുർത്തയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഫാബ്രിക്കാണിത്. പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഈ ഒരു ഡിസൈൻസ് വരുന്നത് വീവിങ് ആണ്, അതൊരു പ്രിൻ്റ് അല്ല. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 3 മീറ്ററാണ്. 44 ഇഞ്ച് വീതിയിലാണ് ഈ ഫാബ്രിക് വരുന്നത്. സ്ലീവിനും കൂടി വേണ്ടിയിട്ടാണ് 3 മീറ്റർ ഫാബ്രിക് എടുത്തേക്കുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് പോർഷൻ സെപ്പറേറ്റ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ നിന്ന് എനിക്ക് ലെങ്ത്തുള്ള സ്ലീവ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് 3 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും വേണ്ടിയിട്ട് ഇതുപോലെ ഫാബ്രിക് സെപ്പറേറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്ക് പോർഷൻ്റെ ഫാബ്രിക്കാണ്. ഇതാണ് ഒരു തേരുവശം വരുന്നത്. അടുത്ത തേരുവശം ഇവിടെയാണ്. ഇനി ഈ ഒരു തേരുവശവും ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് അതിനെ മടക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഫാബ്രിക്കിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് 49 ഇഞ്ചാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് പോർഷൻ സെയിം ലെങ്ത് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 47 ഇഞ്ചിലാണ് എനിക്ക് ഡ്രസ്സ് വേണ്ടത്. അപ്പോൾ എക്സ്ട്രാ 2 ഇഞ്ച് കൂടി ചേർത്ത് 49 ഇഞ്ചിൽ ലെങ്ത് എടുത്തു. ഇനി ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്കായിട്ട് നമുക്കൊരു 4 ഇഞ്ച് വീതി ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഏറ്റവും മുകളിൽ നിന്ന് താഴെ വരെ ഈ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ ഒരു 4 ഇഞ്ചിൽ മാർക്കിങ് കൊടുത്ത എല്ലാ പോയിന്റ്സും നമ്മളിതുപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇനി ഈ വരച്ചു കൊടുത്തിരിക്കുന്ന ലൈനിൻ്റെ ഇപ്പുറ ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ മടക്കിയിടാനായിട്ട് പോകുന്നത്. ഇനി ആ ഒരു ഫ്രണ്ട് പോർഷന് വേണ്ടി കട്ട് ചെയ്ത ഫാബ്രിക്കിൻ്റെ ഒരു തേരുവശമാണിത്. അടുത്ത തേരുവശമാണ് ഇവിടെ. ഈ ഒരു തേരുവശം ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഓപ്പൺ സൈഡ്, ഇവിടെയാണ് ഫോൾഡഡ് ഭാഗം. ഇനി ഈ ഒരു ഓപ്പൺ സൈഡ് വേണം നമ്മൾ ബാക്ക് പോർഷനിൽ ആ ഒരു 4 ഇഞ്ച് വരച്ചു കൊടുത്തിരിക്കുന്ന ലൈനിൻ്റെ സൈഡിലേക്ക് വരാനായിട്ട്. ഈ ഒരു ഓപ്പൺ സൈഡാണ് നമ്മൾ ആ ഒരു ലൈനിൻ്റെ സൈഡിലേക്കാക്കി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് വെച്ച് കൊടുക്കുമ്പം നമ്മൾ ആ ഒരു ലൈൻ വരച്ചിട്ടിരിക്കുന്ന ലൈനിൻ്റെ മുകളിലേക്ക് ഈ ഒരു തേരുവശത്തിൻ്റെ 1/2 ഇഞ്ച് ഭാഗം ഇതുപോലെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. 1/2 ഇഞ്ച് ഭാഗം മുകളിലേക്ക് കയറി വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. കാരണം ഫ്രണ്ട് പോർഷൻ്റെ ഒരു സെൻറ്റർ പാനൽ നമ്മൾ സെപ്പറേറ്റ് ആണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ടാണ് ഇങ്ങനെ എക്സ്ട്രാ മുകളിലേക്ക് കയറ്റി വെക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ബാക്കി എല്ലാ ബോഡി മെഷർമെൻറ്റ്സും നോർമലായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ താഴെ വരെ നമ്മൾ ഇതുപോലെ ആ ഒരു ലൈനിൻ്റെ മുകളിലേക്ക് 1/2 ഇഞ്ച് കയറ്റിയാണ് ഫ്രണ്ട് പോർഷൻ്റെ ഫാബ്രിക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി മെഷർമെൻറ്റ്സ് കൊടുക്കാം. ആദ്യം ഷോൾഡർ മെഷർമെൻ്റ് ആണ് കൊടുക്കുന്നത്. എൻ്റെ ചെസ്റ്റ് സൈസ് 36 ഇഞ്ചാണ്. അതിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നതും. അപ്പോൾ ഷോൾഡർ ഞാൻ ഇതുപോലെ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്ക് ഞാൻ ഹൈ ആയിട്ടാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ആ 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴത്തേക്ക് ടേപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് 6.25 ഇഞ്ചിൽ കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ 2 ലൈൻസും ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റും കൈക്കുഴി മാർക്ക് ചെയ്ത പോയിന്റും ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചതിന് ശേഷം ഇതുപോലെ സൈഡിലേക്ക് ഒരു 4-5 ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ഇതൊരു ബോക്സ് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബോക്സ് ഷേപ്പിൻ്റെ ഉള്ളിലാണ് കൈക്കുഴി വരയ്ക്കുന്നത്. ഈ ഒരു കോർണറിൽ ഇതുപോലെ ടേപ്പ് ഒന്ന് ചെരിച്ചു വെച്ചു ഒരു 1.5 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മാർക്കിംഗ് ടച്ച് ആവുന്ന രീതിയിൽ ഇതുപോലെ ഒരു കർവ് സ്കെയിൽ വെച്ചിട്ട് കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് കൈക്കുഴിയാണ് ആദ്യം മാർക്ക് ചെയ്തത്. ഇതേപോലെ ഒരു 1/2 ഇഞ്ച് കൂടി ഇറക്കി വെച്ചതിന് ശേഷം ഫ്രണ്ട് കൈക്കുഴി കൂടി ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈനിലേക്കാണ് നമ്മൾ ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ അടിയിൽ മടക്കിയിട്ടിരിക്കുന്ന ക്ലോത്തിൻ്റെ ആ ഒരു ഫോൾഡഡ് സൈഡ് മുതൽ ഈ അറ്റത്തേക്ക് ഇതുപോലെ ഒന്ന് ടേപ്പ് വെച്ചു. ഇനി എൻ്റെ ചെസ്റ്റ് റൗണ്ട് വന്നിട്ട് 36 ഇഞ്ചാണ്. ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ കിട്ടുന്ന 9 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി 11 ഇഞ്ച് രണ്ടാമത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം 9 ഇഞ്ച്, രണ്ടാമത് 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഏറ്റവും മുകളിൽ നിന്ന് താഴത്തേക്ക് ഇതുപോലെ ടേപ്പ് വെച്ചു. ഒരു 15 ഇഞ്ചിൽ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് വരെ മാർക്കിങ്സ് വരുന്നുള്ളൂ. ഹിപ്പിന് നമ്മൾ മെഷർമെൻറ്റ്സ് കൊടുക്കുന്നില്ല. ഇതിൻ്റെ ഒരു പാറ്റേൺ ഫ്രണ്ട് പ്ലീറ്റഡ് ആയതുകൊണ്ട് തന്നെ, പിന്നെ എലൈൻ കട്ടുവാണല്ലോ, അതുകൊണ്ട് നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് വരെ കൊടുക്കുന്നുള്ളൂ. ഇനി വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാനായിട്ട് സെയിം ബാക്ക് പോർഷനിൽ ആ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് മുതലേ ടേപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എൻ്റെ വേസ്റ്റ് റൗണ്ട് വന്നിട്ട് 32 ആണ്. ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ കിട്ടുന്ന 8 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പോടുകൂടി 10 ഇഞ്ച് രണ്ടാമതും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ 2 പോയിന്റ് ചെസ്റ്റിലും വേസ്റ്റിലും കൊടുത്തിരിക്കുന്ന ആദ്യത്തെ 2 പോയിന്റ് ഇതുപോലെ ഒന്ന് സ്കെയിൽ ചെരിച്ച് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്ന 2 പോയിന്റ്സും ഇതുപോലെ തന്നെ സ്കെയിൽ വെച്ചൊന്ന് ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോഡി മെഷർമെൻറ്റ്സ് ഉള്ളൂ. അത് അറിയാനായിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വട്ടം വരച്ചിട്ടുണ്ട്. ഇനി ഈ കൊടുത്തിരിക്കുന്ന പോയിന്റ് നമ്മൾ വേസ്റ്റിൽ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്ന 10 ഇഞ്ച് കൊടുത്തിരിക്കുന്ന ആ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് വേണം ഇതുപോലെ ചരിച്ച് വരയ്ക്കാനായിട്ട്.
ഇനി വരയ്ക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ഫാബ്രിക് നമ്മൾ 4 ഇഞ്ച് വീതിയിൽ നീക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് പോർഷൻ്റെ മാക്സിമം വീതി, ആ ഒരു വീതി മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക്, നമുക്ക് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ആ ഒരു മാർക്കിങ്ങിലേക്കാണ് നമ്മൾ ചരിച്ച് വരയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ സെൻറ്ററിൽ പ്ലീറ്റ്സും വേറൊരു പാനലൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് നല്ല ഫ്ലയർ കിട്ടിക്കോളും ഇങ്ങനെ കൊടുത്താലും. പിന്നെ അത് തന്നെയല്ല, ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് ആ ഒരു സെൻറ്റർ പാനലിന് വേണ്ടിയിട്ട് ഈ ഒരു സൈഡ് പോർഷനിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു താഴെ വരച്ച പോയിന്റിലേക്ക് മാക്സിമം ഇതുപോലെ കിട്ടുന്ന രീതിയിൽ ചരിച്ചൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ ഭാഗത്തായിട്ട് നമ്മൾ നോർമൽ എ ലൈനിലൊക്കെ ചെയ്യുന്നത് പോലെ മുകളിലേക്ക് ഇതുപോലെ ഒരു 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ബോട്ടമൊക്കെ വരയ്ക്കുന്ന ഈ ഒരു കർവ് സ്കെയിൽ വെച്ചിട്ട് ആ ഒരു 3 ഇഞ്ചിൽ ഇതുപോലെ ആ സ്കെയിലൊന്ന് വെച്ചിട്ട് ഈ ഒരു കർവ് ഷേപ്പിൽ ഈ സൈഡിൽ നിന്ന് മുതൽ ഇതുപോലെ ഒന്ന് കറക്റ്റ് ആ ഒരു ഷേപ്പിനനുസരിച്ച് അടിഭാഗം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ബാക്ക് കൈക്കുഴിയാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു വരച്ചു കൊടുത്തിരിക്കുന്നതേ ഷേപ്പിലൂടെ ഒന്ന് കട്ട് ചെയ്തു. താഴെ ഭാഗത്തും അതേപോലെ തന്നെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കത് ആ ഒരു മുകളിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന ഫാബ്രിക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ 2 സൈഡ് പാനൽസ് ആയിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ പാനലിൻ്റെ നെക്കൊക്കെ അറ്റാച്ച് ചെയ്യുന്ന മുകളിലത്തെ യോക്ക് പീസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ബാലൻസ് കട്ട് പീസിൽ നിന്ന് ഇതുപോലെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ക്വയർ പീസിൻ്റെ ടോട്ടൽ വീതി ഞാൻ എടുത്തേക്കുന്നത് 12 ഇഞ്ചും ലെങ്ത്ത് 13 ഇഞ്ചുമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ബസ് പോയിന്റിനോട് ചേർന്നാണ് പ്ലീറ്റ്സ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ 13 ഇഞ്ചിൽ നിന്ന് 1-2 ഇഞ്ച് കുറച്ച് ലെങ്ത്ത് എടുത്താലും മതി. ഇനി ഇത് മടക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു വീതി വരുന്നത് 6 ഇഞ്ചാണ്. 4 ഇഞ്ചാണ് നമ്മൾ ആ ഒരു ഫ്രണ്ട് പാനലിന് വേണ്ടി വിട്ടു കൊടുത്തിരിക്കുന്നത്. അതിനോട് എക്സ്ട്രാ 2 ഇഞ്ച് കൂടി ആഡ് ചെയ്താണ് ഇങ്ങനെ മടക്കി കഴിയുമ്പം 6 ഇഞ്ച് വീതിയിൽ ഈ ഒരു ഫാബ്രിക് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി എന്തിനാണ് ഈ ഒരു യോക്ക് പോർഷന് നമ്മൾ എക്സ്ട്രാ 2 ഇഞ്ച് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. നമുക്ക് ഓൾറെഡി സൈഡ് പാനലിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ആ ഒരു 4 ഇഞ്ച് വീതിയിൽ നിന്നും 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ വേണം. അപ്പോൾ 4.5 ഇഞ്ചായി. ഇനി ഈ ഒരു നെക്ക് നമ്മൾ ചെയ്യുന്നത് സെൻറ്ററിൽ നിന്ന് കട്ടിട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നെക്ക് അറ്റാച്ച് ചെയ്യാനും നമുക്ക് എക്സ്ട്രാ അവിടെ 1 ഇഞ്ച് കൂടെ വേണം 2 സൈഡ് അറ്റാച്ച് ചെയ്യാൻ. അപ്പോൾ ആ ഒരു 4.5 + 1 എന്ന് പറയുന്നത് 5.5 പിന്നെ ഒരു 1/2 ഇഞ്ച് കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് പാനൽസ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നാൽ നമ്മൾ വീണ്ടും ഈ ഒരു നെക്ക് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ്ട്രാ 1/2 ഇഞ്ച് കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 6 ഇഞ്ച് വീതിയാണ് മടക്കുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ആ ഒരു ക്ലോത്തിൽ നമ്മുടെ മുകളിലത്തെ പാനൽസ് കട്ട് ചെയ്ത ക്ലോത്തിൻ്റെ ബാലൻസ് കട്ട് പീസാണിത്. ആ ഒരു കൈക്കുഴിയൊക്കെ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫോൾഡഡ് സൈഡ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നിവർത്തിയിടുമ്പോൾ ഇത്രത്തോളം വീതി കിട്ടും. ഇതിലാണ് നമ്മൾ സെൻറ്റർ പാനലിലെ പ്ലീറ്റഡ് ഭാഗം ചെയ്യുന്നത്. ഇനി ലെങ്ത്ത് നോക്കാം. 49 ഇഞ്ചാണ് നമ്മുടെ കുർത്തയുടെ ടോട്ടൽ ലെങ്ത്ത്. യോക്ക് പീസിൽ നമ്മുടെ പ്ലീറ്റഡ് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്തും നമ്മുടെ ഷോൾഡറും അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ 13 ഇഞ്ച് എന്നുള്ളത് 12 ഇഞ്ച് ആവും. അപ്പോൾ 49 - 12 37 കിട്ടും. ഇനി ഒരു പ്ലീറ്റഡ് പോർഷൻ അറ്റാച്ച് ചെയ്യാനുള്ള എക്സ്ട്രാ 1/2 ഇഞ്ച് കൂടി ചേർത്ത് 37.5 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു 37.5 ഇഞ്ച് ലെങ്ത് എടുത്ത ഭാഗത്ത് ഈ ഒരു ക്ലോത്തിൻ്റെ മാക്സിമം വീതി എനിക്ക് കിട്ടുന്നത് 10 ഇഞ്ചാണ്. അതേ 10 ഇഞ്ച് ഞാൻ മുകളിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു സ്ക്വയർ പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നിവർത്തി എടുത്ത് കഴിയുമ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പിലുള്ള ഒരു സ്ക്വയർ പീസ് സെൻറ്ററിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് സ്ലീവും കൂടിയാണ് കട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കാം. കൈക്കുഴിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ മുകളിൽ 1/2 ഇഞ്ച് താഴെ വിട്ടുകൊണ്ട് ടേപ്പ് ഇതുപോലെ ഒന്ന് ഒരു കർവ് ഷേപ്പ് മെഷർ ചെയ്തെടുക്കുക. എനിക്ക് 9.5 ഇഞ്ച് വീതി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സ്ലീവിനായിട്ടുള്ള ക്ലോത്ത് പീസാണ്. ഇതുപോലെ ഒന്ന് 2ആയിട്ട് മടക്കി അതിനെ വീണ്ടും ഒന്നുകൂടെ ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഈ ഒരു മടക്കി കഴിയുമ്പോഴുള്ള വീതിയാണ് നേരത്തെ നമ്മൾ കൈക്കുഴിയിൽ നിന്ന് മെഷർ ചെയ്തെടുത്തത്. എനിക്ക് കിട്ടിയത് 9.5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് കുറച്ചിട്ട് ഞാനിവിടെ 9 ഇഞ്ച് വീതി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു കർവ് ഷേപ്പ് വരുമ്പോൾ ആ 1/2 ഇഞ്ചൊക്കെ കാൽക്കുലേറ്റ് ആയിട്ട് വന്നോളും. 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ കുറച്ച് നമുക്ക് വീതി കൊടുത്താൽ മതി. ഇനി ഇതാണ് ഫോൾഡഡ് സൈഡ്, ഇതാണ് ഓപ്പൺ സൈഡ്. ഈ ഒരു ഓപ്പൺ സൈഡിൽ ഇതുപോലെ ടേപ്പ് ഒന്ന് വെച്ച് താഴത്തേക്കൊരു 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്കാണ് നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ സ്ലീവ് കർവിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്കെയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇതുപോലെ ആ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് കുഴിച്ച് ആ ഒരു സ്കെയിലൊന്ന് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഫ്രണ്ട് കൈക്കുഴിയും കുഴിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആ ഒരു സ്ലീവ് കർവ് വരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഒരു സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഞാൻ എടുത്തേക്കുന്നത് 16 ഇഞ്ചാണ്.
അടിഭാഗത്ത് ഞാൻ സെപ്പറേറ്റ് ഒരു കട്ട് പീസ് ക്ലോത്ത് കൊടുക്കുന്നുണ്ട് 2 ഇഞ്ചിൽ. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 17 ഇഞ്ചിൽ ആ ഒരു സ്ലീവ് കിട്ടും. ഈ ഒരു അടിഭാഗത്ത് മെഷർമെൻറ്റ് കൊടുക്കാം. ആ ഒരു 16 ഇഞ്ച് ലെങ്ത്തിൽ എൻ്റെ സ്ലീവ് റൗണ്ട് വരുന്നത് 11 ഇഞ്ചാണ്. ആ ഒരു 11 ഇഞ്ചിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5.5 ഇഞ്ച് കിട്ടി. ആ ഒരു 5.5 ഇഞ്ച് വീതി ഇവിടെ താഴെ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലൂസ് ഫിറ്റ് ആയതുകൊണ്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പും താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്ത് ദാ ഇവിടെയായിട്ട് ബോഡിയിൽ കൊടുത്ത അതേ തയ്യൽ തുമ്പ്, അതായത് 2 ഇഞ്ച് ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ മുകളിൽ കൊടുത്ത 2 ഇഞ്ചും താഴെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റും തമ്മിൽ ഇതുപോലെ ഒന്ന് ചരിച്ചു വരച്ചു. ഇനി ഈ ഒരു കോർണറിൽ ഒട്ടും പോകാതെ വേണം രണ്ടാമത് വരയ്ക്കാനായിട്ട്. ഈ ഒരു കോർണറിൽ ക്ലോത്ത് കുറഞ്ഞു പോയാൽ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ തികയാതെ വരും. ആ ഒരു കോർണറിൽ നിന്ന് ഇതുപോലെ താഴെ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്ന പോയിന്റിലേക്കൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വരച്ച ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് കൈക്കുഴിയാണ് കട്ട് ചെയ്തത്. സൈഡിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതുപോലെ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ നല്ല വശം ചേർന്നിട്ടാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ആ ഫ്രണ്ട് കൈക്കുഴി ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ചെയ്യാം. അതിനായിട്ടുള്ള ക്യാൻവാസ് പേപ്പർ ഇതാ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് 14 ഇഞ്ചാണ്. നമ്മൾ ആദ്യമേ യോക്കിനൊരു ക്ലോത്ത് പീസ് കട്ട് ചെയ്തു, അത് 13 ഇഞ്ചാണ്. അതിൽ നിന്ന് 1 ഇഞ്ച് കൂടുതൽ നെക്കിന് വേണ്ടി ലെങ്ത് എടുത്തിട്ടുണ്ട്. വീതി എടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ്. ഇനി മുകളിൽ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടായിട്ട് ഇതുപോലെ ഒന്ന് ടേപ്പ് വെച്ച് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 3.25 ഇഞ്ചാണ് വീതി മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും എല്ലാം നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് മാറ്റി കൊടുക്കാം കേട്ടോ. വൈഡ് ആൻഡ് ഡീപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വീതിയും ലെങ്ത്തൊക്കെ കൂടുതലായിട്ട് കൊടുക്കാം. അതുപോലെ വീയുടെ ഷേപ്പിൻ്റെ ലെങ്ത്തും നിങ്ങളുടെ ഒരു ചോയ്സിനനുസരിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ഇനി 3.25 ഇഞ്ചിൽ ടേപ്പ് ഇതുപോലെ ഒന്ന് താഴത്തേക്ക് പിടിച്ച് ആ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 3.5 ഇഞ്ചിലാണ്. ഇനി 3.25 ഇഞ്ച് വീതിയും 3.5 ഇഞ്ച് ലെങ്ത്തും മാർക്ക് ചെയ്ത 2 പോയിന്റ്സും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു. എന്നിട്ട് അതിന് ഇതുപോലെ ഒരു ബോക്സ് ഷേപ്പാക്കി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് നമ്മളൊന്ന് കർവ് ഷേപ്പ് വരച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ ഒരു വി ഷേപ്പ് ഓപ്പണായി വരുമ്പോൾ എത്ര വീതി വേണം എന്നുള്ളത് ആ ഒരു റൗണ്ട് ഷേപ്പ് വരച്ച് ഈ ഒരു കോർണറിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഒരു 1/2 ഇഞ്ചാണ് ഞാനിവിടെ വീതി മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു വി ഷേപ്പ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ 1 ഇഞ്ച് വീതിയിൽ ആ ഒരു വി ഷേപ്പ് കിട്ടും. അപ്പോൾ ഈ ഒരു വി ഷേപ്പിൻ്റെ വീതിയും നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് കൂടുതലോ കുറവോ ആയിട്ട് എടുക്കാം. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ആ ഒരു വിയുടെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ മുകളിലത്തെ 3.5 ഇഞ്ചും ഈ ഒരു 3 ഇഞ്ചും കൂടി ചേർത്ത് ടോട്ടൽ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 6.5 ഇഞ്ചിലാണ്. ഇനി ഒരു മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന 1/2 ഇഞ്ചിൽ നിന്ന് താഴെ മാർക്ക് ചെയ്തിരിക്കുന്ന 3 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു സ്കെയിൽ ചരിച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു വി ഷേപ്പ് ഒന്ന് ഇതുപോലെ ചരിച്ച് വരച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ ക്യാൻവാസിൻ്റെ വീതി 3/4 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ ഒരു നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് ആ ഒരു ടേപ്പ് ഇതുപോലെ ഒരു 3/4 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് പിടിച്ച് കർവൊക്കെ വരുമ്പോൾ കർവ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് 3/4 ഇഞ്ച് ആ ഒരു വിയുടെ എൻഡ് വരെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതാ ഈ ഒരു ടോട്ടൽ ക്യാൻവാസിൻ്റെ ലെങ്ത്ത് ഫുള്ള്, അതായത് ഒരു 14 ഇഞ്ച് താഴെ വരെ 3/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. താഴെ വരെ ഇതുപോലെ 3/4 ഇഞ്ചിൽ മാർക്കിങ്സ് കൊടുക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് മുതൽ ആ കൊടുത്ത പോയിന്റ്സ് എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം, ഏറ്റവും താഴെ വരെ. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഡാർക്കാക്കി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ പുറത്തുകൂടെ ആ ഒരു വരച്ച പോയിന്റിൽ കൂടെ തന്നെ ഇതുപോലെ ആ ഷേപ്പ് ഒന്ന് താഴെ വരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അകത്തും നമ്മൾ അതേപോലെ തന്നെ ആ ഒരു റൗണ്ട് നെക്കിനനുസരിച്ച് ആദ്യം ഒന്ന് കട്ട് ചെയ്തു. അതിനുശേഷം ആ ഒരു വി ഷേപ്പും കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ പാറ്റേൺ. ഇനി നമുക്കിതൊന്ന് സെൻറ്റർ കട്ട് ഇട്ടെടുക്കണം. ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഒന്ന് സെൻറ്ററിൽ നിന്ന് ആ ഒരു വീട് എൻഡ് വരെ ആ ഒരു മടക്ക് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 2 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് നമ്മുടെ നെക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്ക് സെയിം ലൈനിങ് പീസിൽ നെക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് തികയില്ല. അപ്പോൾ ഞാൻ 2 പീസായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആവാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ലൈനിങ് പീസിൽ നെക്ക് അറ്റാച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതുപോലെ ഒരു സ്ക്വയർ പീസ് ലൈനിങ് എടുക്കുക. നെക്ക് കട്ട് ചെയ്ത 2 ഭാഗത്തിൻ്റെയും പശ വരുന്ന ഭാഗം ക്ലോത്തിലേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ അയൺ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു വി വരുന്ന ഭാഗത്തിൻ്റെ താഴത്തേക്ക് നമുക്കൊരു 3/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഈ 2 നെക്കിൻ്റെ സൈഡും വെക്കാനായിട്ട്. മുകളിൽ നമുക്ക് ആ ഒരു ക്ലോത്തിൻ്റെ ഒപ്പം നെക്ക് മതി. സൈഡിൽ നമുക്ക് 1/4 ഇഞ്ച് വീതം ക്ലോത്ത് കിട്ടുന്ന രീതിയിൽ, 2 സൈഡിലും 1/4 ഇഞ്ച് വീതം ക്ലോത്ത് കിട്ടുന്ന രീതിയിൽ വേണം അയൺ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അയൺ ചെയ്ത ശേഷം 2 സൈഡിലും 1/4 ഇഞ്ച് ക്ലോത്ത് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നോർമൽ നെക്കിലൊക്കെ ചെയ്യുന്ന പോലെ കോർണർ കട്ട് ഇട്ട് കൊടുക്കുക 2 സൈഡിലും. അതിനുശേഷം ആ ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് നമ്മുടെ ക്യാൻവാസിലേക്ക് ഇതുപോലെ ചേർത്ത് മടക്കി ആ ഒരു നെക്കിൻ്റെ ഷേപ്പിന് തന്നെ താഴെ വരെ ഈ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതൊന്ന് കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗം കട്ട് ചെയ്യണം. അതിനായിട്ട് ഇതുപോലെ 2ആയിട്ട് കറക്റ്റായിട്ട് മടക്കിയെടുക്കുക.
എന്നിട്ട് ഇതുപോലെ സെൻറ്റർ കൂടെ ഈ ഒരു നെക്കിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ആ ഒരു സെൻറ്റർ പാനലിൻ്റെ മുകളിലേക്ക് നമ്മളൊരു 13 ഇഞ്ചിൽ കട്ട് ചെയ്തിരിക്കുന്ന ആ യോക്ക് പീസ് ഒന്ന് എടുക്കുക. അതും ഇതുപോലെ കറക്റ്റ് ചെയ്ത് രണ്ടാക്കി ഒന്ന് മടക്കി ഇതുപോലെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത ആ നെക്കിൻ്റെ ഭാഗവും നമ്മുടെ ആ ഒരു കട്ട് ചെയ്തെടുത്ത ക്ലോത്ത് പീസിൻ്റെ നല്ല വശത്തേക്ക് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് അരിക് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡിലും ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ ഒരു സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ ആ ഒരു റൗണ്ട് ഷേപ്പ് അരിക് ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ സൂചി കുത്തി നിർത്തി ഫൂട്ട് മാത്രം പൊക്കി ഇതുപോലെ തിരിച്ചെടുത്തതിന് ശേഷം ആ ഒരു വി ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തേക്ക് ഏറ്റവും അടി വരെ ഇതുപോലെ ക്യാൻവാസിനോട് അരിക് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം 4 ഇഞ്ച് ക്ലോത്ത് ഉള്ളിൽ വിട്ടുകൊണ്ട് ആ ഒരു നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് താഴെ വരെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. 2 സൈഡിലും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡിലെയും ഈ ഒരു ക്യാൻവാസ് അകത്തേക്കും ഉള്ളിലേക്കായിട്ട് മടക്കി കൊടുക്കാം. ഈ രീതിയിൽ ഉള്ളിലേക്ക് മടക്കി എടുക്കുക. ഈ ഒരു കോർണർ ഭാഗമൊക്കെ ഷാർപ്പ് അടിച്ചുള്ള എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി കൊടുത്താൽ പോയിൻറ്റഡ് ആയിട്ട് കിട്ടും. ഇതുപോലെ 2 സൈഡും ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വി ഷേപ്പൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇത് തമ്മിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ 4 ഇഞ്ച് വീതിയും 8 ഇഞ്ച് ലെങ്ത്തും ഉള്ള ഒരു ക്ലോത്ത് പീസ് എടുത്തിട്ടുണ്ട്. ഒന്നുകിൽ രണ്ടായിട്ട് മടക്കി മുകൾ ഭാഗവും ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് പോലെ ചീത്ത വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ മടക്കി എന്നിട്ട് മുകളിലൊന്ന് വട്ടം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അരിക് ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പൈപ്പിംഗ് ഒക്കെ അകവും പുറവും മറിച്ചെടുക്കുന്ന പോലെ ഇതുപോലെ എടുത്തിട്ടാണ് അറ്റാച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമ്മുടെ ഈ ഒരു വി ഷേപ്പിൻ്റെ എൻഡിൽ നിന്ന് വേണം ഈ ഒരു ക്ലോത്ത് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ക്ലോത്ത് പീസിൻ്റെ മുകളിലേക്ക് ഒരു 1 ഇഞ്ച് കയറ്റി ഈ ഒരു സൈഡിലുള്ള പീസ് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അരിക് ചേർത്ത് ആ ഒരു ക്ലോത്ത് പീസിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ പോട്ട്ലി ബട്ടൺസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മുത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. 4 എണ്ണമാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഞാൻ ഇതുപോലെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഈ ഒരു സൈഡ് നമ്മൾ ആ ഒരു പോട്ട്ലി ബട്ടൻ്റെ മുകളിലേക്ക് അടുത്ത സൈഡിനോട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചു. എന്നിട്ട് അരിക് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടി ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അകത്തെ വശം നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, പുറത്തെ വശം നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ അടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു യോക്ക് ഭാഗത്തിന് 1 ഇഞ്ച് വീതി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് 9 ഇഞ്ചാണ് വീതി വേണ്ടത്. അതിൽ കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു പ്ലീറ്റഡ് ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആ ഒരു പ്ലീറ്റഡ് ഭാഗത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന ക്ലോത്തിൽ ഞാൻ ഇതുപോലെ ലൂസായിട്ടൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് നൂല് വെച്ച് വലിച്ചിട്ടാണ് ഇതുപോലെ പ്ലീറ്റ്സ് ഉണ്ടാക്കി എടുത്തേക്കുന്നത്. ഈ ഒരു സൈഡിൽ നമ്മളിതാ 1/2 ഇഞ്ച് പാനൽ അറ്റാച്ച് ചെയ്യാനായിട്ട് വിട്ടു കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും 1/2 ഇഞ്ച് വിട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ യോക്ക് ഭാഗത്തിൻ്റെ വീതിക്ക് ഒപ്പമാണ് നമ്മൾ ആ ഒരു പ്ലീറ്റ്സ് ഇട്ട് എടുക്കേണ്ടത്. ഇനി നമുക്കിത് രണ്ടും അറ്റാച്ച് ചെയ്യാനായിട്ട് രണ്ടിൻ്റെയും നല്ല വശവും ഇതുപോലെ ചേർത്തിടുക. അതിനുശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആ ഒരു സെൻറ്റർ പാനലിലേക്ക് സൈഡ് പാനൽസ് അറ്റാച്ച് ചെയ്യാം. ആദ്യം ഈ ഒരു സൈഡിലെ സൈഡ് പാനൽ സെൻറ്റർ പാനലിൻ്റെ നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. 1/2 ഇഞ്ച് വിട്ടുകൊണ്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലത്തെ പാനലും നമ്മൾ നല്ല വശവും സെൻറ്റർ പാനലിൻ്റെ നല്ല വശത്തേക്ക് ചേർത്തിടുക. 1/2 ഇഞ്ച് വിട്ടുകൊണ്ട് മുകളിൽ നിന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നിവർത്തിയിട്ട് കഴിയുമ്പോൾ ഷോൾഡർ ബാക്ക് പോർഷനിലെ പോലെ 7 ഇഞ്ച് തന്നെ അല്ലേന്നൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കി കഴിയുമ്പോൾ 6 ഇഞ്ച് വീതിയും 6 ഇഞ്ച് ലെങ്ത്തിലുമാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഫ്രണ്ട് നെക്കിൽ കൊടുത്തിരിക്കുന്ന നെക്ക് വിഡ്ത്ത് സെയിം 3.25 ഒന്ന് മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മളിതാ ഇതുപോലെ ഒന്ന് നെക്ക് വിഡ്ത്തും ലെങ്ത്തും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ ഇതിനെ ഒന്ന് ബോക്സ് ഷേപ്പ് ആക്കിയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം ആ ഒരു റൗണ്ട് ഷേപ്പിന് ആ ഒരു കർവ് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാൻവാസിൻ്റെ വീതി ഞാൻ സെയിം ഫ്രണ്ട് നെക്കിലെ പോലെ തന്നെ 3/4 ഇഞ്ചിൽ ആ ഒരു കർവൊക്കെ വരുമ്പോൾ ഇതുപോലെ ടേപ്പ് ഒന്ന് ചെരിച്ച് പിടിച്ച് ഇതുപോലെ മാർക്കിങ്സ് കൊടുത്ത് ആ ഒരു മാർക്കിങ്സ് ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ആദ്യം നമ്മൾ പുറത്തുകൂടെ വരച്ച ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തു. അതിനുശേഷം അകത്തുകൂടെ നമ്മൾ ആ ഒരു ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ക്ലോത്തിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നമ്മളിതാ ഇതുപോലെ ഒപ്പമാണ് ക്ലോത്തിനോടൊപ്പമാണ് ക്യാൻവാസിൻ്റെ ഇതുവശം ചേർത്ത് വെച്ചിരിക്കുന്നത്. അടിയിലാണ് 4 ഇഞ്ച് ക്ലോത്ത് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കോർണർ കട്ടുകൾ ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് മടക്കി ആ ഒരു ക്യാൻവാസിലേക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തു. ഇതും നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കി സെൻറ്റർ പോയിൻ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ബാക്ക് നെക്ക് അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് ഇതാ ബാക്ക് ഭാഗത്തിൻ്റെ ഷോൾഡർ ഇതുപോലെ രണ്ടായിട്ട് കറക്റ്റ് സെൻറ്റർ ഒന്ന് മടക്കി അവിടെയും നമ്മൾ സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതുപോലെ ആ ഒരു ബാക്ക് പോർഷൻ്റെ നല്ല വശത്തേക്ക് ക്യാൻവാസിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ രണ്ടിൻ്റെയും സെൻറ്റർ പോയിൻറ്റ്സ് ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ക്യാൻവാസ് നീങ്ങി പോവാതിരിക്കാൻ ഒന്ന് സെൻറ്റർ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അരിക് ചേർത്ത് ഈ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് 4 ഇഞ്ച് ക്ലോത്ത് ഇതാ ഇതുപോലെ ഉള്ളിൽ വിട്ടു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയും ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻവാസ് നമ്മൾ അകത്തേക്ക് മടക്കാതെ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ബാക്ക് പോർഷൻ്റെ നല്ല വശത്തേക്ക് ഇതാ ഇതുപോലെ ചേർത്ത് ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ക്യാൻവാസ് ഉള്ളിലേക്ക് മടക്കിയാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മുടെ ബാക്ക് പോർഷൻ്റെ ഈ ഒരു ക്യാൻവാസ് ഉള്ളിലേക്ക് മടക്കിയിട്ടില്ല. അത് ഇതുപോലെ ഒന്ന് നിവർത്തി പിടിക്കുക. ഫ്രണ്ട് പോർഷൻ്റെ ഷോൾഡർ ഭാഗം ദാ ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്ക് ഭാഗത്തിൻ്റെ ക്യാൻവാസ് വരുന്ന രീതിയിൽ വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ അറ്റാച്ച് ചെയ്യുക. ഈ ഒരു സൈഡിലും ഇതുപോലെ ബാക്ക് പോർഷൻ്റെ ക്യാൻവാസ് വിടർത്തി പിടിച്ച് ഫ്രണ്ട് പോർഷൻ്റെ ഷോൾഡർ ഭാഗം ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് വിട്ടുകൊണ്ട് ഇതുപോലെ വട്ടം ഒന്ന് ഷോൾഡർ അറ്റാച്ച് ചെയ്തു. അപ്പോൾ 2 സൈഡിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാക്ക് നെക്ക് നമുക്കിതുപോലെ ഉള്ളിലേക്കായിട്ട് മറിച്ചെടുക്കാം. 2 സൈഡിലും അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊന്നും ഇല്ലാതെ നീറ്റായിട്ട് ഷോൾഡർ കിട്ടും. ഇനി അകത്ത് ഈ ഒരു ക്യാൻവാസിൻ്റെ ഭാഗം നമുക്ക് സൂചിയും നൂലും യൂസ് ചെയ്ത് ഹെം ചെയ്ത് കൊടുക്കാം. പുറത്ത് നമുക്ക് അരിക് ചേർത്ത് ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് പതിച്ചടിച്ചും കൊടുക്കാം. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് സ്ലീവ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി സെൻറ്റർ പോയിൻ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കുർത്തയുടെ നല്ല വശത്തേക്ക് സ്ലീവിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വയ്ക്കുക. ആ ഒരു ഷോൾഡർ ലൈനിലേക്ക് സ്ലീവിൻ്റെ സെൻറ്റർ പോയിൻ്റ് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ഒരു സൈഡ് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് ആദ്യം നമ്മളിതാ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഈ ഒരു കുർത്ത ഇതുപോലെ ഒന്ന് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. തിരിച്ചിട്ടതിന് ശേഷം ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം നമ്മൾ അകത്തേക്കാക്കി കൊടുത്തു. അടിയിൽ നിന്നാണ് അടുത്ത സൈഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക. 2 സൈഡിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി സ്ലീവിൻ്റെ നല്ല വശത്ത് അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒരു കട്ട് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 5 ഇഞ്ച് വീതിയിൽ ആണ് എടുത്തേക്കുന്നത്. അതിനെ നമ്മളിതാ ഇതുപോലെ സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് ആ ഒരു കട്ട് പീസിൻ്റെ നല്ല വശം ചേർത്ത് ഇട്ട് കൊടുക്കുക. 1/2 ഇഞ്ച് വിട്ടുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കുക. ഇത് ചീത്ത വശത്തേക്ക് തിരിച്ചെടുത്ത ശേഷം ഏറ്റവും അടിയിലായിട്ട് ഒരു 1 ഇഞ്ചോ 1/2 ഇഞ്ചോ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു സെൻറ്ററിലത്തെ തയ്യൽ തുമ്പ് അകത്തേക്ക് പോകുന്ന രീതിയിൽ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് വട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സ്ലീവും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സൈഡ് കൂട്ടി അടിക്കാനും അടി മടക്കി അടിക്കാനാണ് ഉള്ളത്. സ്ലീവ് എൻഡ് മുതൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ച് ആ ഒരു എൻഡിൽ നിന്ന് മുതൽ സ്റ്റിച്ച് ചെയ്ത് വരാം. കൈക്കുഴിയൊക്കെ കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എവിടെ വരെയാണോ നമുക്ക് ഷേപ്പ് വേണ്ടത് അവിടെ വരെ ഷേപ്പ് ചെയ്ത് നിർത്താം. താഴത്തേക്ക് 1/2 ഇഞ്ച് വിട്ടുകൊണ്ട് ഏറ്റവും അടി വരെ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഒരു പാനൽസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ അടിഭാഗത്ത് എന്തെങ്കിലും കയറ്റിറക്കമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം. ഷേപ്പിൻ്റെ ഭാഗം വരെ ഷേപ്പ് ചെയ്യുക. താഴെ വരെ 1/2 ഇഞ്ച് വിട്ടുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുക. അടി കൂടെ മടക്കി അടിച്ചെടുക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ. അത്യാവശ്യം ഫ്ലെയർ കിട്ടിയിട്ടുണ്ട്. ആ ഒരു സെയിം പ്ലെയിൻ ഫാബ്രിക്കിൽ ഞാൻ ബോട്ടം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതാ ഇതുപോലെയാണ് വരുന്നത്. ഫ്രണ്ട് അത്യാവശ്യം ഫ്ലെയറിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടത്തിൽ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.